എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിന് ചെറുതായിട്ടൊന്ന് പറയാം. ഇന്നത്തെ എപ്പിസോഡിനകത്ത് പത്രം രാവിലെ എടുത്ത് വായിച്ചപ്പോൾ തന്നെ മഹാലക്ഷ്മിക്ക് കണ്ണനും കാര്യങ്ങളൊക്കെ പിടികിട്ടി. നമ്മുടെ മാർക്കോയും മഹാലക്ഷ്മി കണ്ടയാളും കണ്ണൻ കണ്ടയാളും സെയിം ആണ്. മാർക്കോ എന്ന മാർക്കണ്ഡേയനാണ്, രണ്ടും ഒരാളാണെന്നുള്ള കാര്യം പിടികിട്ടി. അയാൾ ഇപ്പൊ ജയിലിലാണെന്നും പിടികിട്ടി. അപ്പം കണ്ണൻ ആദ്യമേ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഇയാൾ തെറ്റുകാരനാണോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ മഹാലക്ഷ്മി ഉറച്ചു പറയുന്നുണ്ട്, ഒരിക്കലും അയാൾ ഒരു തെറ്റ് ചെയ്യുന്ന ആളല്ല. അയാള് വെളുപ്പിനെ 4 മണിക്കാണ് എന്നെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടാക്കിയത്. അതുകൊണ്ട് അയാൾ ഒരിക്കലും തെറ്റ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് അയാൾ ഇക്കാര്യവും ചെയ്ത് കാണത്തില്ല കണ്ണിട്ട്, നമുക്ക് അയാളെ രക്ഷിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ കണ്ണൻ ആദ്യമേ കുറച്ച് സംശയമൊക്കെ ഉണ്ട്, ഇത് പെണ്ണ് കേസാണ് മഹി, ഇയാൾ ചെയ്തോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മഹാലക്ഷ്മിക്ക് നല്ല ഉറപ്പുണ്ട്. മഹാലക്ഷ്മി പറയുന്നുണ്ട് നമുക്ക് പോയി രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പ്രകാരമാണ് മഹാലക്ഷ്മിയും കണ്ണനും സ്റ്റേഷനിലെത്തുന്നത്. സ്റ്റേഷനിലെത്തുമ്പം SIയും പറയുന്നുണ്ട്, മാർക്കോ എന്ന് പറഞ്ഞ ആള് ഭയങ്കര നീറ്റ് ആയിട്ടുള്ള ഒരാളാണ്, അയാൾ അങ്ങനൊന്നും ചെയ്യുന്ന കാര്യമല്ല, ഇത് ആരോപണം എന്ന് പറഞ്ഞത് വ്യാജമാണ്, മനഃപൂർവ്വം കുരുക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ SIക്കും അറിയത്തില്ല നമ്മുടെ മേഘനാഥൻ ആരാന്ന്, ഈ നമ്മുടെ മാർക്കോയ്ക്കും അറിയത്തില്ല മേഘൻ ആരാന്ന്. കാര്യം മാർക്കോയെ വന്ന് കണ്ട് വിളിച്ചതാണ് മേഘൻ. സ്റ്റേഷനിൽ വന്ന് SIയോടും സംസാരിച്ചത് മേഘനാണ്. പക്ഷെ ഇവർക്ക് രണ്ടിനും മേഘൻ ആരാന്ന് അറിയത്തില്ല. മാർക്കോയ്ക്കാണ് അറിയാവുന്നത് പ്രതാപനെയും മറ്റേ നമ്മുടെ അമ്മാവനെയുമാണ് മാർക്കോയ്ക്ക് അറിയാവുന്നത്, വേറെ ആരും അറിയത്തില്ല. അപ്പൊ ഈ മേഘനാണെന്ന് മേഘൻ പരിചയപ്പെടുത്തിയിട്ടുമില്ല. മേഘനും അറിയത്തില്ല ഇവരുമായിട്ട് കണ്ണൻ ഇത്ര കണക്ഷൻ ഉണ്ടെന്ന്, കണ്ണനും മഹാലക്ഷ്മി കണക്ഷൻ ഉണ്ടെന്ന് മേഘനും അറിയത്തില്ല. അങ്ങനെ ഇവര് സ്റ്റേഷനിൽ പോയി സംസാരിച്ചപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ അവൻ നല്ലവനാണ്, ഇത് കുടുക്കിയതെന്നൊക്കെ പറയുന്നത്. അപ്പൊ കണ്ണൻ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടും. അങ്ങനെ മഹാലക്ഷ്മി കണ്ണനും കൂടെ നാളത്തെ പ്രൊമോയില് നമ്മുടെ മാർക്കോയെ കാണുവാണ്. അപ്പൊ മാർക്കോ പറയുവാണ്, എന്നെ കുടുക്കിയതാ സാറേ, പക്ഷെ ഇതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്റെ ശിഷ്ടകാലം ഞാൻ ഇനി ജയിലിനകത്തായിരിക്കും എന്ന് പറയുവാണ്. അപ്പൊ മഹാലക്ഷ്മി കണ്ണന് ഉറപ്പ് കൊടുക്കുവാണ്, എങ്ങനെയെങ്കിലും മാർക്കോയെ രക്ഷിക്കണമെന്ന്. അവർ രണ്ടുപേരും കൂടെ തുനിഞ്ഞിറങ്ങുവാണ്. പക്ഷെ കണ്ണനൊരു ഡൗട്ട് ഉണ്ട്, ഇതാരാണിത്, ഇവൻ ഈ ചതി ചെയ്തതെന്ന് കണ്ണന് ഒരു മനസ്സിൽ പല പല രൂപങ്ങൾ പോകുന്നുണ്ട്. പ്രതാപന്റെയും വാമദേവന്റെയും മേഘന്റെയും ഒക്കെ രൂപം മനസ്സിൽ പോകുന്നുണ്ട്. അപ്പൊ കണ്ണൻ ഏകദേശം ഊഹിക്കാൻ പറ്റിയിട്ടുണ്ട്, ഇവരെ രക്ഷിച്ചതിന്റെ സ്ഥിതിക്ക് പ്രതാപനിട്ടും വാമദേവനിട്ടും അടി കൊടുത്തതിന് റിവെഞ്ച് ആയിട്ട് ഇവനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് കണ്ണന്റെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കണ്ണൻ അത് പറയുന്നുകൊണ്ട് അടുത്ത എപ്പിസോഡിനകത്ത് എനിക്ക് ചിലരെ ഡൗട്ട് ഉണ്ട്, പല പല മുഖങ്ങൾ എൻ്റെ മുമ്പിൽ കൂടെ പോകുന്നുണ്ട്, ഇവരിൽ ആരെങ്കിലും വായിക്കും മാർക്കോയ്ക്ക് പണി കൊടുത്തേക്കുന്നത്, നമുക്ക് എന്താണേലും മഹി നമുക്ക് അവനെ രക്ഷിക്കണമെന്ന് പറയുവാണ്. അപ്പൊ കണ്ണനാണല്ലോ വക്കീലാണല്ലോ, അപ്പൊ അവർ തന്നെ മാർക്കോയെ രക്ഷിക്കും. ഓൾറെഡി കണ്ണന് ഹിന്റ് കൊടുത്തിട്ടുണ്ട് ആ അമ്മയെ പറ്റി ഇവർ രണ്ടും പറയുന്നുണ്ട്, അത് ദേവി തന്നെയാണ്. കാര്യം അപ്രത്യക്ഷമാകാനുള്ള കഴിവുണ്ട്. പലതവണ ഫോട്ടോ എടുത്തപ്പോഴും ആ ഫോട്ടോയിൽ ഈ അമ്മയുടെ ഫേസ് പതിഞ്ഞിട്ടില്ല, രൂപം പതിഞ്ഞിട്ടില്ല. അത് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഇന്ന് ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ മഞ്ജുവും സീമന്തിനും എല്ലാം പൂരാടിയാണ്, അമ്മായിമ്മ മരുമോൾ പോരാണ്, മഞ്ജു പണിയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ കംപ്ലൈന്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ ഒരു കോൾഡ് വാർ നടക്കുന്നുണ്ട്. പാവം മേഘനടുത്ത് പെട്ടുപോയിട്ടിരിക്കുന്നു. മേഘൻ പറയുവാണ്, വല്ല സവോള ഇഞ്ചിയൊക്കെ നിനക്ക് അരിഞ്ഞു കൊടുത്തോടെ മഞ്ജു ചോദിക്കും. അപ്പൊ മഞ്ജു പറഞ്ഞു, എന്റെ കൈ മുറിയുന്നത് ന്യായമാണ്, മഞ്ജുവിന് പണിയൊന്നും ചെയ്ത് ശീലമില്ലല്ലോ, അതുകൊണ്ട് മഞ്ജുവിന്റെ കൈ മുറിയുമെന്ന് മഞ്ജു പറയുന്നുണ്ട്. അവിടെ ഒരാട് നടക്കുന്നുണ്ട്. ഇവരെ കൊണ്ടെല്ലാം മേഘനും വാമദേവനും പൊറുതി മുട്ടി ഇരിക്കുവാണ്, ഈ സീമന്തിനെയും മഞ്ജുവിനെയും എല്ലാം കൊണ്ട്. ദുർഗയാണെങ്കിൽ ഒറ്റയായിപ്പോ, ഇന്ന് കരുണയും ഉണ്ണി ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല, അവരെ എവിടാന്നൊന്നും കാണിച്ചിട്ടില്ല, പാല് തിളച്ചു പോയെന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ദുർഗ. എന്താണ് നാളത്തെ എപ്പിസോഡിൽ സ്റ്റേഷനിലെ കാര്യങ്ങളാണ് കൂടുതലും കാണിച്ചേക്കുന്നത്. എന്താണെങ്കിലും കണ്ണൻ രക്ഷപ്പെടുത്തും നമ്മുടെ മാർക്കോയെ. അപ്പൊ അതാണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്